കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുവാനാകട്ടെ. അനുഗ്രഹവും ശേഷമുള്ള ഈ നല്ല പകൽക്കാലത്തിന്റെയും ജീവനുള്ള ദൈവത്തെ ഒരു വട്ടം കൂടെ സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് മഹാഭാഗ്യം തന്നിരിക്കുകയാണ്. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 10 15 മിനിറ്റിനുള്ളിൽ എല്ലാ കാര്യവും പറഞ്ഞു. സ്വാഗത പ്രസംഗവും പ്രാർത്ഥനയും ദൂതും എല്ലാം പറഞ്ഞിരിക്കും. ബാക്കി പിന്നെ ഞാനൊരു ചട്ടുകം പോലെ പുറയിൽ പോയിരിക്കും. ചട്ടുകത്തിന്റെ പ്രത്യേകത അറിയാലോ. ചട്ടുകൾ കരിഞ്ഞു പോകാതെ, ചട്ടുകത്തിന്റെ പ്രത്യേകത കരിഞ്ഞു പോകാതെ മറിച്ചിടും. സെക്കൻഡിന്റെ പ്രത്യേകത കത്തുക, നീരുടെ പ്രത്യേകത കത്തുക, ചൂടാകുക. ആ മാവിന്റെ പ്രത്യേകത അത് വീഴുക. പക്ഷെ മാവ് മറിച്ചിടാൻ ഒരു ചട്ടകം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. മറിച്ചിടാത്ത ദോശ പോലെ, മറിച്ചിടാത്ത ദോശ പോലെ നിങ്ങൾ ആകരുത്, കരിഞ്ഞു പോകരുത്. എല്ലാവരും നിരനിരയായി ചെയ്യും. പ്രത്യേകത പറയാനുള്ള ഇതൊരു കൺവെൻഷൻ പ്രസംഗമാണേലും ഇതൊരു വ്യത്യസ്ത പ്രസംഗമാണ്. അതിന്റെ കാരണം ഞാൻ ഒത്തിരി കൺവെൻഷൻ പ്രസംഗം കൂടി അവിടെ ഒരു മുഖ്യ പ്രസംഗരെ കാണത്തുള്ളൂ. മുഖ്യ പ്രസംഗം രാത്രിയും പകലും. അതാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന മുഖ്യ പ്രസംഗങ്ങളുണ്ട്. എങ്കിലും അദ്ദേഹത്തോട് ഗസ്റ്റായിട്ട് വരാൻ പറഞ്ഞുകൊണ്ടും എന്റെ സുഹൃത്തുക്കളെ വിളിച്ചോടാൻ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ 4 പേരെ വിളിച്ചു. ഞാൻ 2 പേരെ വിളിച്ചിട്ടുണ്ട്. അവർ 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പാസ്റ്ററുണ്ട്. അപ്പൊ ഒരു നീണ്ട നിരയാണ്. അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോ ഇന്ന് രാത്രിയും ഇത് പകലും ഉണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ സഭാതി സൂചിച്ചുകൊണ്ട് രാത്രി കഴിഞ്ഞു. അപ്പൊ സമയം വേഗത്തിൽ വിനിയോഗിക്കുക. എന്നെ കുറിച്ച് പേരും അഡ്രസ്സും ഒന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും ഒറ്റ വാക്കിൽ പുതിയതായിട്ട് വന്നവർക്ക് എന്നെ അറിയത്തില്ലാത്തതുകൊണ്ട് ഒറ്റ ഒരു മിനിറ്റ് കൊണ്ട് പറയാം. എന്റെ പേര് ഷാക്കുട്ടി മാത്യു, തോമസ് മാത്യു എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ജനിച്ചുകൊണ്ട് തൃശ്ശൂരാണ്. എന്റെ കയ്യിലിരിപ്പും പ്രവൃത്തി ദോഷം കൊണ്ട് യൗവനത്തിൽ ദൈവത്തെ അറിയാതെ എല്ലാം കഷ്ടപ്പെട്ട് കാസർഗോഡ് പോയി. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ 7 ദിവസവും 3 വർഷം സജീവ പ്രവർത്തനം ധ്യാനപൂരിയും ധ്യാനിപ്പിക്കാൻ നോക്കിയിരുന്നാണ്. അങ്ങനെ അവിടെ നിന്നാണ് ഇപ്പൊ പലർക്കും വചനം വായിച്ച് ധ്യാനിക്കാൻ അറിയില്ല. അറിയാത്തവർ എന്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ പറഞ്ഞു തരാം. പക്ഷെ എനിക്കിപ്പോ സമയമില്ല. പണ്ട് ഒത്തിരി ധ്യാനിച്ചത് എങ്ങനെയാണ് പിന്നെ ചിലർക്ക് പ്രാപിക്കാൻ അറിയത്തില്ല, ചിലർക്ക് വചനം പറയുമ്പോൾ അത് ഗ്രഹിക്കാൻ അറിയത്തില്ല, ചിലർക്ക് ഭാഷ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് ഏറ്റെടുക്കാൻ അറിയത്തില്ല. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ മുറിയിലോട്ട് വന്നാൽ ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാം. ദൈവം എന്നെ 9 വർഷം ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും സ്നേഹവചനത്തെ അറിയിക്കുന്നു. ഇവിടെ ആരും സാറ് പറഞ്ഞ ദൂത് ഭയങ്കര ദൂതാ. ഇവിടെ ആരും മിടുക്കന്മാരില്ല, ആരും കുറവുള്ളതല്ല, എല്ലാവരും മിടുക്കരാ. അവസാനം ഫിലിപ്പോസ് പറഞ്ഞു ഞങ്ങൾക്ക് പിതാവിനെ കാണിക്കണമെന്ന്. ഞാനത് ശ്രദ്ധിച്ചു, പുസ്തകം തുറന്നിട്ട് ശ്രദ്ധിച്ചു. അവസാനം യേശു ചോദിച്ചു, പൊന്നും ഫിലിപ്പോസ്, നിന്റെ കൂടെ ഈ കണ്ട കാലം മുഴുവൻ നടന്നിട്ട് നിനക്ക് ഇനി പിതാവിനെ കാണിക്കണോ? ഞാനും പിതാവ് 2 സാറെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ പ്രവൃത്തി കണ്ടേനെ വിശ്വസിക്കുക. തുറക്കുമെന്ന് പറഞ്ഞാൽ തുറക്കും. 2004 എന്നെ കുറിച്ച് എന്റെ അഭിഷിക്തം അമേരിക്കയിലാണ്. പത്തായി അച്ഛനെ ഞാൻ കണ്ടു. അപ്പൊ ബെന്നിപ്പാസ് അറിയാം. എന്നോട് ചോദിച്ചാൽ മതി. പുള്ളി പറയും എന്താണ്. കാരണം പുള്ളിയുടെ സഭ വിറ്റു, അവിടെ കത്തോലിക്ക വീട് വെച്ചു, ഭാര്യ മരിച്ചു, പുള്ളിക്ക് മരിച്ചു. കുഞ്ഞിനെ ഡോക്ടറാകാൻ പോയിട്ട് പരാജയപ്പെട്ടു. നേഴ്സ് ആകുമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പ്രാർത്ഥിച്ചു പോയി. പാസ്റ്റർ അമേരിക്ക പോകും, മകളുടെ വിവാഹത്തിനെ ക്ഷണിക്കുമെന്ന് വിളിച്ചില്ല. മോളെ നീ അറിയിച്ചു വിളിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചില്ല. നിനക്ക് ആദ്യത്തെ ആൺകുഞ്ഞാന്ന് പറഞ്ഞു കൊല്ലൊക്കെ നടന്നു. പ്രവചനം തെറ്റത്തില്ല. പ്രവാചകൻ മാറി പ്രവചിക്കും. ബൈബിളിൽ ഒരു പ്രവാചകനല്ല ഉള്ളത്. പ്രവചനത്തെ ഞാൻ പറയുന്നില്ല. മീക ഏറ്റവും ചെറിയ പ്രവാചകൻ അവസാനം അങ്ങോരെ എടുത്തു ഉപയോഗിച്ചു. പ്രവചനം എന്ന് പറയുന്നത് അത് അന്ത്യവിധിയാണ്. പ്രവചനം ഷാർപ്പാണ്, പ്രവചനം മസ്റ്റാണ്, പ്രവചനം അനുഗ്രഹമാണ്, പ്രവചനം നീതിയാണ്, പ്രവചനം ന്യായവിധിയാണ്. അതുകൊണ്ട് ഞാൻ പ്രവചിക്കുന്നില്ല. ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവാത്മാവ് എന്റെ വന്ന അനുവാദം കൊണ്ട് ഞാൻ എല്ലാവരോടും ദൂത് പറയും വ്യക്തിപരമായി. അപ്പൊ ഞാൻ പറയുന്നത് വലിപ്പച്ചെറുപ്പം നോക്കാതെ മെയിൻ ശുശ്രൂഷകൾ തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് കേൾപ്പിച്ചാൽ അന്യഭാഷ പറയുന്നവർ പറഞ്ഞോണം. ആ സമയം പ്രസംഗം നിൽക്കും, സൈലന്റ് ആയിട്ട് നിൽക്കും. അല്ല നിങ്ങൾക്ക് സ്തുതിക്കാനാ തോന്നിയെങ്കിൽ സ്തുതിക്കണം. അല്ല നിന്റെ ഹൃദയം പൊട്ടിക്കറിഞ്ഞ് നെടുവീർപ്പിട്ട് ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ച് ദൈവമേ തെറ്റിപ്പോയി ഒരവസരം കൂടെ തരണമേ എന്ന് പറയാനാണെങ്കിൽ പറഞ്ഞു. അപ്പൊ ശുശ്രൂഷയുടെ തലങ്ങൾ വിവിധ തലങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് രാത്രിയും ഇത് പകലുമുണ്ട്. ഞാൻ മെയിൻ ഒരു കാര്യം പറഞ്ഞ ഒരു ദൂത് നിങ്ങൾക്ക് പറഞ്ഞ് ഒരു തീപ്പന്തം ഉദ്ഘാടനത്തിന് ഓടുന്നവരൊക്കെ കണ്ടിട്ടില്ലേ? ഒരു പന്തം
പിന്നെ പട്ടി കോല് പിടിച്ചോടുന്നത് കണ്ടിട്ടുണ്ടോ? അവൻ ഓടി ഓടി ഈ കോല് ഇവന്റെ കൈ ഇങ്ങനെ മറ്റവൻ ഓടാൻ പറ്റുള്ളൂ. അപ്പൊ അവനിങ്ങനെ നിന്ന് വിളിക്കണം, ഒന്ന് വേഗം പാടാം വേഗം പാടാം, ഈ കോല് തന്നിട്ട് വേണം മറ്റവൻ ഓടാൻ. അപ്പൊ ഞാനോടി തീയിട്ടിട്ട് ഇവർക്ക് കൊടുക്കുക. ബാക്കി തുടർന്നുള്ള ശുശ്രൂഷകർ പറയും. അതുകൊണ്ട് മെയിൻ പ്രസംഗം രാജൻ ഭാഷ ആണെങ്കിലും ഇന്ന് രാത്രി നാളെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും സമയം അനുവദിച്ചു കൊടുക്കുകയാണ്. 30 മിനിറ്റുകൾ രാജൻ ഭാഷക്ക് 1 മണിക്കൂർ കൊടുക്കുകയാണ്. കണ്ടതാണ് പീറ്റർ സാറ്. അദ്ദേഹം ഒരു സാക്ഷ്യവും പ്രബോധനവും പറയും. അദ്ദേഹം പറയാനറിഞ്ഞോ, 30 വട്ടം ബൈബിൾ വായിച്ചു. എന്നോട് പറഞ്ഞത് അതാണ് ഉള്ളിൽ കത്തിയത്. 30 വട്ടം വായിച്ചു, 8 വർഷം ബൈബിൾ പഠിച്ചു, 2 വർഷം ബൈബിൾ സ്റ്റഡി ചെയ്തു. പക്ഷെ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു എന്നിൽ വസിച്ചില്ല. ICU കയറി 5 അറ്റാക്ക് വന്ന് കയറി കിടന്നപ്പോ എനിക്കത് കയറിയത് കണ്ടോ. ഞാൻ പല്ലി പറിക്കാൻ പോയതാ, 3 പല്ലില്ല, നാട്ടുകാർ തല്ലിപ്പറിച്ചതല്ല, എന്റെ കയ്യിലിരിപ്പോട്ട് പോയതാണ്. ചെറുപ്പത്തിൽ തലയിൽ എണ്ണ വെച്ച് കുളിക്കാതെ പോയതാണ്. ഏതായാലും അന്ന് പല്ലുവേദന ഇടങ്ങി. അപ്പൊ എന്റെ അപ്പം പറഞ്ഞു, ഇന്ന് പോകണ്ട, ഇന്ന് ക്രിസ്ത്യൻ ചർച്ച് മീറ്റിംഗ് കൊണ്ട് ദൈവദാസം പറയുമ്പോൾ അവിടെ എനിക്ക് തോന്നിയ പണ്ട് എന്റെ സുഹൃത്ത് ബന്ധമുള്ളതാണ് സ്നേഹത്ത. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് ദൂരിതായിരുന്നു. ഞാൻ ICU കയറി അറ്റാക്കായിട്ട് കിടന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു അത് കഴിഞ്ഞപ്പോൾ ചിലരേക്ക് ICU കയറ്റിയിട്ടും നടുവൊടിഞ്ഞിട്ടും സമ്പത്ത് മുഴുവൻ പോയിട്ടും കൈയും കാലും ഓടിച്ചിട്ടും മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു കയറിയില്ല. പക്ഷെ ആ ദൂത് പ്രവർ എന്റെ ഹൃദയത്തിൽ കയറി മരിക്കുന്നവരെ ആ ദൂതിക്ക് എന്റെ കൂടെ ഇരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ ദൂത് ആഗ്രഹമുള്ളവനെ ദൈവം തൃപ്തിപ്പെടും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവൻ തുറക്കപ്പെടും, യാചിക്കുന്നവൻ ലഭിക്കും, സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും കഴിഞ്ഞ് ഇനി എനിക്ക് 10 മിനിറ്റ് ഞാൻ കാര്യ ഗൗരവത്തിലേക്ക് വന്നു. ഇന്നലെ ഞാനൊരു അച്ഛനെ കണ്ട് പരിചയപ്പെട്ട അച്ഛൻ വരാമെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചാൽ ഇവിടെ പുരോഹിതൻ വരും, ഇവിടെ ഉന്നത ഓഫീസർമാർ വരും. 2005 എന്നോട് പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ലോക്കലായിട്ടൊന്നുമല്ല, ഹൈ ലെവലുമല്ല, മീഡിയം ലെവലിലുമല്ല, നിന്നെ മിഡിൽ ലെവലിലേക്ക് വിടും. നീ ചെല്ലുന്ന സമയം അഡ്വക്കേറ്റ് എഴുതിക്കോ, ഡോക്ടർ, എഞ്ചിനീയർ, ബാങ്ക് മാനേജർ, പോലീസ് ഓഫീസർ വരുന്നു. അപ്പൊ ഇനി ഒരു ഡോക്ടറും പട്ടാളക്കാരനും വരാനുണ്ട്, അത് വന്നുകൊണ്ടിരിക്കുക. പിന്നെ അച്ഛൻ വരുമെന്ന് പറഞ്ഞു. ഒരച്ഛൻ ഇപ്പൊ വരും, വേറെ അച്ഛൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ ചെറിയൊരു വള്ളിപ്പശിങ്ങനെ തെറ്റി പിന്നെയും വരും, അല്ലെ വരുത്തും. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതാ. ഞാൻ പ്രവചിച്ചെന്ന് പറഞ്ഞ മോശം പറഞ്ഞു. ഇപ്പൊ ഞാനെന്ന് പറയുന്നില്ല, അത് പറഞ്ഞ ഞാൻ നിർത്തി. 2 വർഷമേ ആയിട്ട് ദൈവാത്മാവ് ഹൃദയപ്പെട്ടിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് 25 വർഷവും കരിസ്മാറ്റിക് പോലെ യേശുവിനെ രുചിച്ചറിഞ്ഞു തൊട്ടറിഞ്ഞു 38ആയി. പക്ഷെ പരിശുദ്ധാത്മാവ് സറണ്ടർ ആയിട്ട് 2 വർഷം, 2 വർഷം 23 വർഷം ജീവിതം പാഴാക്കി കളഞ്ഞു. 2 വർഷം സറണ്ടർ ആയപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ സമാധാനവും സന്തോഷവും തൃപ്തിയും. കർത്താവ് പറഞ്ഞു, നീ എന്നോട് കൂടെ ഇരുന്ന നിന്നെ ഞാൻ ഉയർത്തും, എന്നോട് കൂടി ഇരിക്കണം. അതുകൊണ്ട് ഞാൻ പ്രധാന ഒരു ദൂത് പറഞ്ഞ് ദൈവസന്നിധിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം സമയമില്ലാത്തതുകൊണ്ടാണ് 76, 77 എടുത്തിട്ട് വായിച്ചത്. ലൂക്കോസ്, ഒരാൾ അപ്പസ്തോലൻ പ്രവൃത്തി എടുത്തു. ലൂക്കോസ് ഇതിനോടുള്ള ബന്ധത്തിലായിരിക്കും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും. ലൂക്കോസ് സുവിശേഷം 1-ന്റെ 76, 77 എടുത്തത്. എനിക്ക് അവിടെ 1.5 മണിക്കൂർ ഞാൻ ഇന്നലെ ശുശ്രൂഷിച്ച സമയമാണ് ഈ ദൂത്. 70 ലൂക്കോസ് സുവിശേഷം ലേഖനമല്ല, ലൂക്കോസ് സുവിശേഷം 1-ന്റെ 76, 77, 78. ആമേൻ, ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 76-ാം വാക്യം. നീയോ പൈതലേ, ശ്രദ്ധിക്കണമേ, നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ ആർക്കെങ്കിലും പ്രവചന ശുശ്രൂഷ ആഗ്രഹമുണ്ട്, ഈ ദിവസം ദൈവം തരും. അപ്പോസ്തോലികത്വം പ്രാപിപ്പാൻ ആഗ്രഹമുണ്ട്, ദൈവം തരും. നിന്റെ ഹൃദയ ഏകാഗ്രതമാക്കി ആത്മാവിൽ ഉണർന്നാൽ മതി. ഇത് തരും, തരുമെന്ന് പറഞ്ഞാൽ തരും. എന്റെ കഴിവല്ല, ദൈവം തരും. ദൈവം തന്നിന്റെ ആത്മാവ് തരും. തന്നില്ല, ഞാൻ കൈവച്ച് തരും. ഒരു വട്ടം നീ പ്രവചിക്കും. അതാണ് അപ്പോസ്തോലികത്തിന്റെ നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവിന്റെ വഴി ഒരുക്കുവാനാ. ഏലിയാവിന്റെ ആത്മാവോടെയാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്റെ കയ്യിൽ വീശുമുറം തന്നിട്ടുണ്ട്. സമയത്ത് ആളെ നോക്കാതെ വീശിക്കോണം. വീശാൻ പറഞ്ഞ വീശണം, പാറ്റാൻ പറഞ്ഞ പാറ്റിക്കോണം, കുത്തിക്കോണം. സ്വർഗമാ പറയുന്നത്. പുരോഹിതൻ രൂപവർഗം വീശും. ഇവിടെ നിനക്ക് എവിടെയും വീശാം. ഇത് മനസ്സിലായോ? എഴുതി പിടിച്ചോളൂ. നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണ. എന്റെ ദൈവമല്ല, നമ്മുടെ ദൈവത്തിന്റെ. എന്റെ ദൈവം നിന്റെ ദൈവം, നമ്മുടെ ദൈവം നിന്റെ ദൈവം. നാം ഒന്നിച്ച് അവരുടെ നാമത്തെ ഉയർത്തുക, നാം ഒന്നിച്ച് അവരുടെ മഹത്വത്തെ ഉയർത്തുക. എല്ലാ കാലത്തും ഞാൻ യഹോവയെ സ്തുതിക്കും. എന്റെ ആദരത്തിൽ അവരുടെ സ്തുതിയും
സ്തോത്രം ഉണ്ടാകും. നീതിമാന്മാർ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. സ്തുതിക്കുന്നത് നേരുള്ള ഒരു ഉചിതമല്ലോ. സമീപസ്ഥൻ ആനന്ദകരന്നവരെ വിടുവിക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദേശത്തിലോ ചെന്ന സമാധാനം പറഞ്ഞ സമാധാനം അവർ സ്വീകരിച്ചില്ല. നീ പോരുമ്പോ സമാധാനം കൂടെ പോരും. ന്യായവിധി ദിവസത്തിൽ കഠിനമാണ് ശിക്ഷ. 3 വട്ടം മരിച്ചവരാ ആത്മഹത്യ, 95%. 3 വട്ടം രോഗം, ക്യാൻസർ, കിഡ്നി, അൾസർ, അവിടുന്ന് പിടിച്ചു. ഒരു മരണമുള്ള ക്രിസ്തു പ്രത്യാശ, ഒരു മരണം ഉറപ്പാണ്. പണ്ടൊരു ദൈവദാസൻ പറയണ, നീ പാണ്ടിനോറി മരിച്ചാലും പിടിച്ചാലും മരിക്കും, രോഗം വന്ന് മരിക്കും. ക്രിസ്തുവിന്റെ മഹത്വത്തിനായി മരിച്ചാൽ നിത്യതേക്കാണ്. എന്റെ പ്രസംഗം മുഴുവൻ ലാസ്റ്റ് നിത്യജീവനാണ്. മഹത്വത്തിന്റെ പ്രത്യായി ക്രിസ്തു വെളിപ്പെടാറായി. നിന്റെ ആത്മാവ് ഉണർത്തുന്നുണ്ട്. നീ ഉണരുന്നില്ല, പട്ടി കുറയ്ക്കുന്നുണ്ട്. നീ ഉണരുന്നില്ല, പൂച്ച കുറയ്ക്കുന്നുണ്ട്. 4 തൊട്ട് 6 വരെയാ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇന്നലെ 11:30 കിടന്ന് 3:30 കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിയില്ല. സുനിഹോദ്രം പറഞ്ഞു, കിടന്നു 5:30 ആയി പോയിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ താമ്പുരാൻ എന്നോട് പറഞ്ഞു, ദൂത് ഇന്നലെ പറഞ്ഞ ദൂത് ഇത്, ഇവിടെ പറഞ്ഞ ദൂത് അപ്പസ്തോല പ്രവൃത്തി 2-ാം വാക്യം ഇവിടെ വായിച്ചിട്ട് നിൽക്കും. തുടർന്നുള്ള ശുശ്രൂഷകൾ തരും. പപ്പയിൽ നിന്നും അമ്മയിൽ നിന്നും വരുന്നത് പ്രാപിക്കുന്ന അവർ ഇവിടെ എപ്പോഴും കൊണ്ട് വന്നവരിൽ നിന്ന് ചുമ്മാതെ ന്യായമായ പ്രതിഫലം കൊടുത്തിട്ട. അപ്പൊ അവരെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ മനസ്സിലായോ? പരമാവധി അവരുടെ ശുശ്രൂഷ നിങ്ങൾ ഏറ്റെടുത്തോളണം. നാളെ ഇവരെ കിട്ടത്തില്ല, പക്ഷെ നാളെ നിങ്ങൾക്ക് ഇവരെ കിട്ടും, എന്നെയും കിട്ടും. അതുകൊണ്ട് വന്ന ശുശ്രൂഷകന്മാർ പറയുന്ന ദൂത് പപ്പയുടെയും അമ്മയുടെയും മുഖത്തോട്ട് നോക്കാതെ നിനക്കുള്ള ദൂതാണ് പിടിച്ചെടുത്തത്. അന്യഭാഷ പറയാത്ത സ്തുതിക്കാത്തത് സ്തുതിക്കാം. നമ്മുടെ ദൈവത്തിന്റെ ആർദ്രത അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാ പരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും ശ്രദ്ധിച്ചോ, ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു. ഇനി ശ്രദ്ധിച്ചോ, നമ്മുടെ കാലുകളെ നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിന്റെ വക്താക്കളാണ് നടത്തേണ്ടത്. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നു. മതി. അപ്പോസ്തല പ്രവൃത്തി പെട്ടെന്ന് എന്നോട് ദൈവാത്മാവ് ഇത് ഇന്നലെ പറഞ്ഞ പ്രസംഗിച്ച സഭ പ്രസംഗിച്ച ദൂതാണ്. എന്നാൽ ഇന്ന് സഭയോടുള്ള ദൂത് അപ്പോസ്തല പ്രവൃത്തി പെട്ടെന്ന് ഒന്ന് എടുത്താട്ട് സഭയെ വേഗത്തിലുണ്ടല്ലോ. അതുകൊണ്ട് മറന്നു പോകരുത്. അപ്പോസ്തല പ്രവൃത്തി 8-ാം വാക്യം, 1-ന്റെ 8-ാം വാക്യം. സമയമില്ലാത്തതുകൊണ്ട് 8-ാം വാക്യം 1-ന്റെ 8. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കണം. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെ പ്രാപിക്കണം. ഏതെങ്കിലും വിധത്തിൽ ആത്മതലത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ട് അത് പ്രാപിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും സമരിയിലും ഭൂമിയിലും ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോപണം ചെയ്തു. സാക്ഷി വെളിപ്പാടും ലക്ഷണവിധി ഇതിനകത്തുണ്ട്. ഒരു മേഘം അവനെ മൂടി അവൻ അവരുടെ കാഴ്ചക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് തൃശ്ശൂര് പൂമല വന്നപ്പോ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞ നീ പോകുന്നുണ്ട് ശുശ്രൂഷ അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ തുടങ്ങണം. പ്രബോധത്തിൽ സാക്ഷ്യത്തിനുമാണ് 10-24 എന്റെ വരവിന്റെ അടയാളം. ന്യായവിധി കർത്താവ് വരുന്നു. ശുശ്രൂഷിക്കാൻ സമയം തന്നാൽ അപ്പോസ്തല പ്രവൃത്തി മുതൽ 1 മുതൽ ശുശ്രൂഷിച്ചു. പഴയ നിയമത്തിൽ കേറരുത്. ആത്മാവ് പറഞ്ഞാൽ കേറിക്കോ. നമ്മൾ പഴയ നിയമ ശുശ്രൂഷകന്മാരല്ല, നമ്മൾ പുതിയ നിയമ ശുശ്രൂഷകന്മാരാണ്. തെളിവിന് പ്രൂഫിന് പഴയതിലോട്ട് കയറാം. പുതിയ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ. അപ്പോസ്തല പ്രവൃത്തി മുതലാണ് ഒരു അഭിഷിക്തൻ, ഒരു പ്രവാചകൻ തുടരേണ്ട ശുശ്രൂഷ. വായിച്ചപ്പോൾ അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഇട്ടുനോക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഏജിയിൽ ശമുവേൽ പാസ്റ്റർ ചോദിച്ചാൽ മതി. ഏജിയിൽ പ്രസംഗിച്ച ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന ഒരു പരിചയമല്ല. ഭാഷ നമുക്ക് നടത്താൻ പോകും. പക്ഷെ തൃശ്ശൂർക്ക് തലവസായതുകൊണ്ട് അധികം പേരൊന്നും വന്നില്ല. അതായത് പ്രസംഗക്കാരൻ കയറി മഴ തന്നെ അവൻ രക്ഷിക്കും. അപ്പോൾ ഇവിടെ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ 50,000 മാക്സിമം ആകുന്നിരിക്കാം. ഓരോ ആത്മാവ് രക്ഷപ്പെട്ടാൽ മതി. വേണ്ട 10 വിശുദ്ധന്മാർ നീതീകരിച്ചാൽ മതി. ഇന്നലെ ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ എന്നോട് ഒരു ദൂത് പറഞ്ഞു ദൈവം. നമ്മളെല്ലാരും പാടാം. നിങ്ങൾ പാടരുത്, പിന്നെ പാടാം. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം അല്ലെ? തന്റെ വാക്കത്തല്ലോ. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, എന്നോടാട്ടോ നിങ്ങളൊക്കെ വിശുദ്ധന്മാരാ. എന്നോട് ദൈവം പറഞ്ഞു, അശുദ്ധിയെ നീക്കി നീ ഒരുങ്ങി നിൽക്കാം. 3 വട്ടം പറഞ്ഞു. കുളിക്കുക. അശുദ്ധിയെ നീക്കി നീ ഒരുങ്ങി നിൽക്കാം. വിശുദ്ധിയെ തികച്ച് നാം മറന്നു വരാം. മനസ്സിലായോ?
അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ അശുദ്ധിയെ നീക്കിക്കോ. എന്നോട് ദൈവം പറഞ്ഞു നിങ്ങൾ വിശുദ്ധരാ, ഞാൻ ഇച്ചിരി അശുദ്ധരാ. പറഞ്ഞു അശുദ്ധിയെ നീക്കി നീ ഒരുങ്ങി നിൽക്കുക. വിശുദ്ധിയെ തികച്ച് നമ്മൾ നടന്നു പോകേണ്ടവരാ, ഈ ലോകത്ത് നിൽക്കേണ്ടവരല്ല. പ്രത്യക്ഷം എടുക്കുമ്പോൾ വായിച്ച ഒറ്റ വാക്കിയോടെ അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ തന്റെ ഗുരു ശിക്ഷിക്കുന്നു പിതാവ് പോവുക. അപ്പോ വെള്ളവിശുദ്ധിയെ കാണിക്കുന്നു. വെള്ളവസ്ത്രം ധരിച്ച വിശുദ്ധമാർ, വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നത് അത് തന്നെ എനിക്കും പറയാം. നിങ്ങൾ എന്താ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ സംഭവിക്കാൻ. രണ്ടാമത്തെ 1-3 വരെയുള്ള വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ആത്മാവ് ഇറങ്ങും. നീ ഒന്ന് ഹൃദയത്തെ ഏകാഗ്രമാക്കിയാൽ മതി. ആരും കൈവെക്കാതെ ഇറങ്ങും. ഞാനിങ്ങനെ ഒരു 2000-ന്റെ നോട്ട്, ഒരു 2000-ന്റെ നോട്ട് കെട്ടിപ്പോ ഞാൻ ദാനമായിട്ട് എറിയാൻ പോവാന്ന് പറഞ്ഞ കഴിവുള്ള ഇവിടെ അടി നടക്കൂലേ? 2000 ഇല്ല, അതില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ദൈവത്തിന്റെ മഹത്വമുള്ള തേജസ് അറിയാൻ പോവുക. കസരയൊക്കെ മാറി വെച്ചിട്ട് ആത്മാവിലൊന്ന് കുടഞ്ഞ് ആരാധിച്ചോളും. ഇന്നാളെ നീ കുടഞ്ഞു കളഞ്ഞോളും. ന്യായമായ പ്രതിഫലം കൊടുക്കണം. പിന്നെ കുടയാൻ വന്ന എന്നെ വിളിച്ച 3 ഇരട്ടി പ്രതിഫലം തരണം. അതുകൊണ്ട് ഈ ദിവസം കുടയേണ്ടതിനെ കുടഞ്ഞോളും, കുടഞ്ഞു കളഞ്ഞോളും. പരിസരം നോക്കല്ലേ? കോളൊക്കെ എടുത്ത് നമ്മൾ ആത്മാവിൽ നൃത്തം ചെയ്ത് വായിച്ചത് കൂടി വന്നപ്പോൾ പെട്ടെന്ന് പൊടി കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് നിലം മുഴുവൻ വീട് മുഴുവൻ നിറച്ചു. ഇവിടെ നടക്കാൻ പോവുക. ഞാൻ പണ്ട് വരുമ്പോ ഇവിടെ സ്ത്രീ സഹോദരന്റെ നേതൃത്വ 1-2 ദൈവദാസന്മാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർക്ക് ഒരു പരിജ്ഞാനക്കുറവില്ലാത്തവർ, ആത്മീയ എരിവുള്ളവരാണ്, നന്നായിട്ട് നൃത്തം ചെയ്ത് ആരാധിച്ചു. ഇന്നിപ്പോൾ 6-7 ദൈവദാസന്മാർ കൂടിയുണ്ട്. കുര്യാക്കോസ്, ഞാന് വർഗീസച്ചായൻ, സജീവ സാറ്, പോൾ സാറ്, ബ്ലസ്സൻ. കണ്ടോ, അന്നൊന്നും വരുമ്പോ ഇവരുണ്ടെങ്കിലും ആ നേതൃത്വത്തിലേക്ക് വരുന്നില്ല. ഇവരൊക്കെയുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇപ്പൊ മടുത്തിരിക്കുന്നവരോട് തിരുവനം പറയുന്നു. മുമ്പന്മാർ പിമ്പന്മാരും മടുത്തിരുന്നാലും ഇവർക്ക് നിത്യതയുണ്ട്. കേട്ടോ, ഞാൻ സിനിമ തുടങ്ങിയിട്ടുള്ളൂ. 23 വർഷം ദൈവദാസനെ വട്ടം കറങ്ങി നടന്നു. ഒന്നുമില്ല, 15 ലക്ഷം രൂപ കടം. 2 വർഷമായപ്പോ ദൈവം പ്രോമിസ് ചെയ്തു, എന്റെ വേണ്ടി 1 വർഷം ചെയ്താൽ നിന്റെ മുഴുവൻ കടന്നു നടന്നു. ഒറ്റ വർഷം. പക്ഷെ നമ്മൾ വിടിയല്ലോ, നമ്മുടെ വണ്ടിക്ക് എങ്ങനെ ഫീസ് അടച്ചു, വീട്ടുവാടക കൊടുക്കും, കുഞ്ഞിന്റെ ഫീസ് എങ്ങനെ കൊടുക്കും. ആ അച്ചായനോട് ആരും അറിയാതെ മേടിച്ചത് ഇന്ന് കൊടുക്കണം. അപ്പൊ ഈ അച്ചായനോട് ചോദിച്ചിട്ട് സന്തോഷമില്ല. ഇങ്ങനെ ഒരു ബാലൻസിൽ നിൽക്കുക. നിന്റെ ബാലൻസിൽ നിൽക്കാൻ വിട്ട് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എനിക്ക് തന്ന സമയത്ത് കൃത്യമായി പരിജ്ഞാനം വേണം. പണ്ട് തീ കയറിയ 1 മണിക്കൂർ 1.5 നാള് 30 മിനിറ്റ് കൊണ്ട് നിർത്തും. കാരണം ഭാഷ ഇവരെല്ലാം പണിയപ്പെട്ട് കഴിഞ്ഞു. ആശാരിക്ക് ഇനി പണിയില്ല, പണി കഴിഞ്ഞ എല്ലാം പണിക്കഴിഞ്ഞ ആശാരിക്ക് പണിയുണ്ടോ? ഉണ്ട്. പ്രതിഷ്ഠയ്ക്കൊന്ന് വിളിക്കും. പിന്നെ ആശാരി ഏലേ പോകുമ്പോൾ എന്ത് ചെയ്യും? സന്തോഷമാണോ? അപ്പൊ ആശാരിനെ വിളിച്ച് കയറ്റിയ സിറ്റൗട്ടിൽ 20 ഗ്ലാസ് വെള്ളം കൊടുക്കും. സ്നേഹമുള്ളവർ വേണം ഇതും കൊടുക്കും. ലഭിക്കട്ടെ. എന്തുകൊണ്ടാണ്? മനോഹരമായ ഒരു വീട് ആശാരി പടത്തും കൂലിയും കൊടുക്കും. ഇവിടുത്തെ ന്യായമായ പ്രതിഫലം കൂലിയൊക്കെ തരും. ഈ ദൈവത്തിന് വേണ്ടി നിന്നാ മതി. ന്യായമായിട്ട് ചോദിക്കുന്ന ന്യായമായി ബാക്കി ദൈവം തരും. ഒറ്റ വാക്കൂടെ പറയുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അതിനാ നിങ്ങളെ വിളിച്ച സംഘടനയുടെ മുഖം നോക്കാനല്ല, സമുദായ മുഖം നോക്കാനല്ല. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ഏകനാഥൻ. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ പരിസരബോധം വേണ്ടല്ലോ. 10 മിനിറ്റ് വരെ പറഞ്ഞായി അനുഗ്രഹിക്കട്ടെ. 30 മിനിറ്റ് വീതമുണ്ട്. ഏകദാസം 1 മണിക്കൂറുണ്ട്. രാത്രി ദർശനമുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഉറങ്ങിയ കല്ല് പോലെ സർവ്വക്കല്ല് പോലെ ഇരിക്കുന്നത്. ഇവരാണ് പരിജ്ഞാനികളും ബുദ്ധിമാന്മാരും വലിയ ധനാഷ്ഠ്യരുമാണ്. ഇവരൊക്കെ പരിജ്ഞാനത്തോട് കൂടിയിരിക്കുക. നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്. ഇവർ ഇവിടുന്ന് പ്രാപിച്ചവരാ 8-9 വർഷം. നിങ്ങൾ പുതിയതായിട്ട് വന്നവരെ പ്രാപിക്കണം. അല്ലേ? ദൈവദാസൻ പലപ്പോഴും പറയില്ല, പാസ്റ്റർ അങ്ങോട്ടൊക്കെ
പരിജ്ഞാനം, സുബോധം, ആത്മനിയന്ത്രണം. പക്ഷെ ആത്മാവ് വന്ന ഇച്ചിരി പരിസരം മറന്നാലും രണ്ട് അന്യഭാഷ പറഞ്ഞ് ബലപ്പെട്ടോടാം. ഓക്കെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ആമേൻ.